അങ്ങനെ ബംഗാളിൽ BJP പണി തുടങ്ങിയിരിക്കുകയാണ്. BJP ഭരണത്തിൽ കയറി 2-ാം ദിവസം തന്നെ അവിടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇങ്ങനെ ആക്രമണങ്ങൾ കൂടി വരികയാണെന്ന് പറയുന്നത്. 3 ദിവസം കൊണ്ടാണ് ആക്രമണങ്ങൾ കൂടി വരുന്നത്. ഇനിയിപ്പോ ബംഗാളിന്റെ സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ? പിന്നെ തീർച്ചയായും നമ്മൾ ഇപ്പോൾ UP അല്ലെങ്കിൽ ഒഡീഷ അതുപോലുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണുന്നതാണ് ബുൾഡോസർ രാജ് അല്ലെങ്കിൽ ആൾക്കൂട്ട കൊലപാതകം. 2002 വംശീയ കൊലപാതകങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതായത് ഒരു പൂർണ്ണ ഗർഭിണിയുടെ വയർ കീറി ഭ്രൂണം ശൂലം കൊണ്ട് കുത്തിയെടുത്ത് ഒരു വർഗീയത കലാപമുണ്ടാക്കിയ ആ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിയായിരിക്കുന്നത്. അപ്പോൾ അയാളുടെ പിന്തുണയുള്ള ഓരോ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഓരോ ഭരണാധികാരികളുമായിരിക്കുന്ന ഓരോ വ്യക്തികളും ഏത് ലെവലിലേക്ക് ഉയരുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ BJP ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ കയറി എന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മൾ കരുതണം ആ ഒരു സംസ്ഥാനം ഇതോടെ തീർന്നു. അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തെ നശിപ്പിക്കാൻ മുച്ചോട് മുടിക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ്, അജണ്ടയുമായിട്ടായിരിക്കും ആ ഒരു സംസ്ഥാനത്ത് BJP ഭരണത്തിൽ കയറുന്നത്. അവിടെ ആ BJP ഭരിക്കുന്ന ആ സംസ്ഥാനത്ത് BJPയുടെ അനുഭാവികൾ മാത്രം മതി. ക്രൈസ്തവർക്കെതിരെയുള്ള ഒരു അതിക്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിനെതിരെ ഇവർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ദിവസം കൂടുന്തോറും ആ ഒരു ആക്രമണം കൂടി വരികയാണ്. നമ്മളൊരു 2-3 മാസം മുമ്പ് നമ്മൾ കണ്ടിരുന്നു ബജ്റംഗ് കുറച്ച് പേര് ഒരു കട അടപ്പിക്കാൻ വരുന്നു. അവർക്കെതിരെ ജിമ്മ് നടത്തുന്ന ഒരു യുവാവ് വട്ടം കയറി നിന്നിട്ട് നീയൊക്കെ ആരാടാ എന്ന് ചോദിക്കുന്നു. നിന്റെ പേര് ചോദിക്കുന്നു. ദീപക്. എൻ്റെ പേര് മുഹമ്മദ് ദീപക് എന്ന് പറയുന്നു. അപ്പോൾ അത് അയാളെ ഒരുപാട് എന്താ പറയുക സൈബർ ബുള്ളിങ് ആയിട്ടും അല്ലാതെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും അയാളെ ഒരുപാട് ഉപദ്രവിച്ചു. ഒരു വ്യക്തിയെ എത്രത്തോളം തകർക്കാവോ അത്ര രീതിയിൽ വർഗീയപരമായി തകർക്കുക എന്നുള്ള ഒരു അജണ്ടയാണ് ഈ BJPക്കുള്ളത്. BJPക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു സവർണ സ്വഭാവമാണ്. ഉയർന്ന ജാതിയിൽപ്പെട്ടവർ മാത്രം, അവർ മാത്രം മതി എന്നുള്ള നിലയിലുള്ള ഒരു മനോഭാവമാണ്. ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ട് എത്ര ലിറ്റർ പാലാണ് അവർ കമത്തിക്കളഞ്ഞത്. നമ്മുടെ ഇന്ത്യയിൽ പോഷകാഹാരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്ര കുട്ടികളുണ്ട്. അവരെ കാണാതെ ദൈവത്തിനെ മാത്രം പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന ഒരു പറ്റം മതഭ്രാന്തന്മാർ, അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റൂ ഇവരെ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ അടുത്ത ദിവസം അസമിൽ മുഖ്യമന്ത്രിയായിട്ട് ഹിമാൻഷി അധികാരത്തിലേറുകയാണ്. അയാൾ അവിടെ ആ ഒരു സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ അടിച്ചമർത്തലും ചെയ്ത അതിക്രമങ്ങളും കണ്ടാൽ ഇയാൾ എങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയെന്ന് നമ്മൾ സംശയിച്ചു പോകും. തന്നെ എതിർക്കുന്ന ആൾക്കാരെ എന്ത് വില കൊടുത്തും പർച്ചേസ് ചെയ്ത് തന്നോട് ചേർത്ത് നിർത്തുക, അതാണ് BJPയുടെ പ്രധാന അജണ്ടയും BJPയുടെ ഒരു എന്താ പറയുക ഒരു ടാർജറ്റും, അല്ലെങ്കിൽ അവരുടെ ഒരു വിജയത്തിന് പിന്നിൽ കളിച്ചിരിക്കുന്ന അവരുടെ ഒരു ഐഡിയ. ഇപ്പൊ ബംഗാളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് പ്രകാരം മുസ്ലിം പള്ളിക്കും വിശ്വാസികൾക്കും നേരെയാണ് ഇപ്പോൾ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ മറ്റ് മതങ്ങളോട് എന്തിനാണ് ഇത്ര വെറുപ്പെന്ന് മനസ്സിലാകുന്നില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇന്ത്യ എന്നത് ഹിന്ദു രാജ്യമാക്കണം. ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 1947 ശേഷമാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ഇവർ വിശ്വസിക്കുന്നില്ല. ഇവർ വിശ്വസിക്കുന്നത് 2014 ശേഷമാണ് ഇന്ത്യ വികസിത രാജ്യമായത്. കാരണം എന്താ, 2014 ശേഷമാണ് മോദി അധികാരത്തിൽ വരുന്നത്. അതുവരെ ഒരു BJPക്കാരൻ്റെങ്കിലും ഇതുപോലെ ഒരു ശബ്ദം ഉയർന്നിരുന്നു ഇല്ല. അത് മാത്രമല്ല, ഒരു സ്വാമി അല്ലെങ്കിൽ ഒരു സ്വാമിയാണ് നമ്മുടെ ഈ ഉത്തർപ്രദേശ് ഭരിക്കുന്നത്, യോഗി. ഇപ്പോൾ കാള അല്ലെങ്കിൽ പശു മാതാവാണെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ കൊമ്പിനിടയിൽ വൈബ്രേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ലഭിക്കും, അല്ലെങ്കിൽ ആ പശുവിൻ്റെ ചാണകം മുതൽ മൂത്രം വരെ ഭക്ഷിക്കുന്ന ഒരു സമൂഹം ഈ ഇന്ത്യയെ, അതായത് നമ്മുടെ രാഷ്ട്രത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ്. ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചെടുത്ത് ഈ ഇന്ത്യ മുഴുവൻ ഒരു മതരാഷ്ട്രമാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഇവരെ അടുപ്പിക്കാത്തത് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യ, അതായത് തെന്നിന്ത്യയിലേക്ക് മാത്രമാണ് ഇവർക്ക് അത് വലിയ ഹോൾഡില്ലാത്തത്. പക്ഷേ ഇവർക്ക് ഇവിടെയും ഓരോ ചെറിയ പിടിവള്ളികൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്.
കാരണം ഓരോ സ്ഥലത്തും ഉണ്ടാവും ഓരോ മതഭ്രാന്തിനോട് ആഭിമുഖ്യമുള്ള ഓരോ പക്ഷം. ഇപ്പോൾ ഇവിടെ ഇവർ പ്രധാന ശത്രുക്കളായി കാണുന്നത്, നമ്മുടെ കേരളത്തിൽ ശത്രുക്കളായി കാണുന്ന SDPI ആണ്. പക്ഷേ ഈ SDPIക്ക് BJPയുടെ തന്നെതായിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് വർഗീയത. അതാണ് പ്രധാന ആയുധം. ഇതുപോലെ BJP, RS പോലുള്ള അല്ലെങ്കിൽ SDPI പോലുള്ള പാർട്ടികളുടെ ഒരു പ്രധാന അജണ്ട വർഗീയതയാണ്. അപ്പോൾ വർഗീയത കേരളത്തിലേക്ക് കത്തിപ്പടരും തോറും നമ്മൾ കേരളം ഭയക്കണം. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്ന് പറയുന്നു. ഇനി വരും കാലങ്ങളിൽ ഓരോ കാര്യങ്ങളായി തലപൊക്കി തുടങ്ങും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചില്ലേ, നന്ദഗോവിന്ദം ഭജൻസ് അവർ അമ്പലത്തിലിരുന്ന് ക്രിസ്ത്യൻ പാട്ട് പാടി എന്ന് പറഞ്ഞപ്പോൾ എത്ര പേരാണ് അതിനെതിരെ എതിർത്ത് വന്നത്. സാധാരണ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ എതിർത്ത് വരുമ്പോഴും അവരുടെ ഒരു മെൻറ്റാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. അവരുടേതായിട്ടുള്ള മനോവൈകൃതമുള്ള ആൾക്കാർ അവരുടെ കൂടെ ചേരുമ്പോൾ ഈ കേരളത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പോൾ വയനാട് ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂരിൽ ഒരു സ്ഫോടനമുണ്ടായില്ലേ, തൃശ്ശൂർ സ്ഫോടനമുണ്ടായപ്പോഴും, അല്ലെങ്കിൽ വാൽപ്പാറയിൽ അപകടത്തിൽ ഒരു 9 പേരോളം കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലെല്ലാം എടുത്തു നോക്കിയാൽ വർഗീയവാദികളുടെ ഓരോ കമൻറ്റുകൾ നമുക്ക് കാണാം. ഒരു വിഷുവിന് ആശംസ നേർന്നുകൊണ്ടുള്ള ഒരു കടയുടെ പരസ്യം കണ്ട് കേരളത്തിൻ്റെ സാഹോദര്യം അല്ലെങ്കിൽ മതസൗഹാർദ്ദം നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള കമൻറ്റുകൾ അടിച്ചു വന്നിറങ്ങിയ കാലമാണ്. അതിന് പിന്നാലെയാണ് ഈ തൃശ്ശൂരിലൊരു സ്ഫോടന പരമ്പര നടക്കുന്നത്. ഈ സ്ഫോടന പരമ്പര നടന്നതിൻ്റെ ഒരു കമൻറ്റ് ഇതാണ്: വിഷുവിന് കൃഷ്ണനെ അവഹേളിച്ചതിൻ്റെ ഫലമാണ് ഇവിടെ നടന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു ചെയിൻ റിയാക്ഷൻ ആയിട്ടാണ് ഇപ്പോൾ ഒരു വാൽപ്പാറ അപകടമുണ്ടായത്. അങ്ങനെ ആ ഒരു അപകടങ്ങളിലേക്ക് കണക്ട് ചെയ്തു പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ, ഈ നോർത്ത് ഇന്ത്യയിലെ പോലെ നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിയാത്ത ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി ദിനം പ്രതി സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ കഴിഞ്ഞ ക്രിസ്മസിന് നോർത്ത് ഇന്ത്യൻസിൽ ക്രിസ്മസ് കരോളൊക്കെ തടഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ക്രിസ്മസ് ദിവസം കേക്കും കൊണ്ട് നടക്കുന്ന അരമനയിലേക്ക് പോകുന്ന BJP നേതാക്കൾ ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. നമ്മുടെ PC ജോർജും ഷോൺ ജോർജൊന്നും ഇതുപോലെ വടക്കേ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കന്യാസ്ത്രീകളെ ഉപദ്രവിച്ച സംഭവത്തിൽ പെട്ടെന്ന് ഒന്ന് ക്രെഡിറ്റ് എടുത്ത് തട്ടിയെടുത്ത ഒരു മുതലാണ് ഈ ഷോൺ ജോർജ്. ഞാൻ മോദിയെ വിളിച്ചു പറഞ്ഞു, അതുകൊണ്ടാണ് ഇതുപോലെ കേസ് ഇല്ലാതെ പോയത് എന്ന് ഒരു വല്ലവൻ്റെ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കുന്ന രീതിയിലുള്ള പരാമർശമായിരുന്നു ഷോൺ ജോർജ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നുള്ളത് സാധാരണക്കാർക്കറിയാം. ഇവരുടെ മനസ്സിലുള്ള ആ ഒരു വർഗീയത നമ്മുടെ മണ്ണിൽ കുത്തിവെക്കും തോറും നമുക്ക് നമ്മുടെ കാലിനടിയിൽ ഒരു തീ പടരുന്ന പോലെയായിരിക്കും. തീ കത്തുന്ന ഒരു ചിതയിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. ആ നോർത്തിൽ നിന്നുള്ള തീ ആളിക്കത്തി ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്താൻ അധിക സമയം വേണ്ട.